കല്യാണ കച്ചേരി. പ്രിൻസിപ്പലിൻ്റെ റൂമിന് പുറത്ത് അക്ഷമയോടെ കാത്തിരിക്കുവാണ് അനുപമയും ആദിത്യയും നിധിയും. അനുപമയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കി ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് റൂമിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്തു വന്നാലും സത്യം ആർക്കു മുമ്പിലും തുറന്നു പറയരുതെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞതല്ലേ. പിന്നെ ഞങ്ങൾ എന്തു പറയണമായിരുന്നു? ഓൾറെഡി സാറിന് എല്ലാ സത്യവും മനസ്സിലായതാണ്. വീണ്ടും ഞങ്ങൾ കള്ളം പറഞ്ഞ് ഇത് പോലീസ് കേസായാൽ ഞങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല. നിധി ആകുലതയോടെ പറഞ്ഞു. അപ്പോഴേക്കും അവർ 3 പേർക്കും അകത്തേക്കുള്ള വിളി വന്നിരുന്നു. 3 പേപ്പറുകൾ പ്രിൻസിപ്പൽ അവരെ ഏൽപ്പിച്ചു. തുറന്നു നോക്കിയതും അനുപമയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. 3 മാസത്തേക്ക് സസ്പെൻഷൻ, ഒപ്പം കൂടെ നിന്ന 2 കുട്ടികൾക്കും 15 ദിവസം വീതവും. സർ, ഇനിമേലിൽ ഞങ്ങൾ ഇങ്ങനെയൊരു തെറ്റ് ആവർത്തിക്കില്ല. ഈ സസ്പെൻഷൻ ദയവേത് ക്യാൻസൽ ചെയ്യണം. പ്രിൻസിപ്പൽ സാറിനോട് താണ് കേണ് പറഞ്ഞു ആദിത്യയും നിധിയും. ഇത് ഞാൻ മാനേജ്മെൻറ്റിനോട് തീരുമാനിച്ചെടുത്ത ഡിസിഷനാണ്. ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, നിങ്ങളുടെ 2 ആളുടെയും വീട്ടിൽ ഇതിനെക്കുറിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. സർവം തകർന്നവരെ പോലെ ആ കുട്ടികൾ പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പിന്നാലെ അനുപമയും ഇറങ്ങാൻ തുടങ്ങിയതോടെ പ്രിൻസിപ്പൽ അവളെ വിളിച്ചു. വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയില്ലേ അനുപമ? ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? അതും നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട്. എൻ്റെ അഭിപ്രായത്തിൽ അനുപമ ഇങ്ങനെയൊരു പ്രൊഫഷനിലിരിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളാണ്. എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ കാണുകയും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് നല്ല അധ്യാപകർ. തീർപ്പ് പോലെ പ്രിൻസിപ്പൾ അത് പറഞ്ഞതും അനുപമ ഉള്ളിൽ തികട്ടി വന്ന് ദേഷ്യം അടക്കിപ്പിടിച്ച് തല കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതേസമയം പ്രിൻസിപ്പൽ റൂമിൽ നിന്നും ഇറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് പോകാൻ അനുപമയ്ക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നി. മറ്റൊന്നുമല്ല, ബാക്കി ടീച്ചേഴ്സിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നോർത്ത് അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. ഒടുക്കം രണ്ടും കൽപ്പിച്ച് അവൾ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അനുപമ വരുന്നത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. എന്തായിരുന്നു അനുപമയുടെ ഇന്നലത്തെ പെർഫോമൻസ്? കണ്ടപ്പോൾ ഞങ്ങൾ ആ ഭൂമിയെ കൂടി സംശയിച്ചു, അവിടെ ഇരുന്ന് തോമസ് സാർ പറഞ്ഞു. ആ സമയം അനുപമയുടെ നോട്ടം കാർത്തിയുടെ മുഖത്തേക്കാണ് പോയത്. ഒരു വിജയ ചിരിയോടെ ഇരിക്കുന്നവനെ കാണെ അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അവൾ സ്റ്റാഫ് റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾക്ക് പിന്നാലെ കാർത്തിയും ഇറങ്ങി. അനുപമ, കാർത്തി അനുപമയെ പിന്നിൽ നിന്ന് വിളിച്ചു. ഇനി എന്തിനാണ് കാർത്തി എന്നെ വിളിക്കുന്നത്? നീ ഇന്നലെ ചെയ്ത പ്രവൃത്തിക്ക് ശരിക്കും നിന്റെ കരണം പുകച്ചൊരടി തരേണ്ടതാണ്. പക്ഷേ പെണ്ണിനെ തല്ലി വളരാനല്ല എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതൊന്നുകൊണ്ട് മാത്രം ഞാൻ നിൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നില്ല. കുറച്ചു മാസങ്ങളിൽ മുമ്പ് നിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇതിലെന്തോ ചതിയുണ്ടെന്ന്. അത് ഇന്നലെ കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ നീ എന്തൊക്കെയോ കള്ളത്തരം എന്നോട് ഒളിപ്പിക്കുന്നതായി എനിക്ക് തോന്നി. പക്ഷേ എന്നിട്ടും ഞാൻ നിന്നെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു, വിശ്വസിച്ചു. ആ വിശ്വാസമാണ് നീ തകർത്ത് കളഞ്ഞത്. കൃത്യമായി പറഞ്ഞാൽ, ഞാൻ ഭൂമിയെ വിവാഹം കഴിക്കുന്നതിന് 1 മാസം മുമ്പ് തന്നെ നിന്റെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയതാണ്. പക്ഷേ അതെല്ലാം എൻ്റെ തോന്നലാകുമെന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ അനിയൻ ഭൂമിയുമായുള്ള വിവാഹത്തിൻ്റെ ഒളിച്ചോടിയത് നിന്റെ അനുജത്തിക്കൊപ്പമാണെന്ന് ഞാൻ അറിയുന്നതുവരെ കാര്യങ്ങളെല്ലാം ക്ലിയറായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പൂർണ്ണമായി നിന്നെ സംശയിച്ചു തുടങ്ങിയത്. പെട്ടെന്ന് കാർത്തിയത് പറഞ്ഞതും വിളറി വെളുത്തുപോയിരുന്ന അനുപമ. കാരണം ആ സത്യം കാർത്തി എങ്ങനെ അറിഞ്ഞു എന്നതിൽ അവൾക്ക് വല്ലാത്ത സംശയം തോന്നി. പിന്നീട് അങ്ങോട്ടുള്ള നിന്റെ ഓരോ പ്രവൃത്തികളും അത് ഞാൻ വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നിന്നെക്കുറിച്ച് എൻ്റെ അമ്മ കണ്ടെത്തിയത് തന്നെയായിരുന്നു ശരിയെന്ന്. നിന്നെപ്പോലെ ഇത്രയും ദുഷിപ്പും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളെ കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ലെന്ന് എൻ്റെ അമ്മ അക്ഷരപ്രതി പറഞ്ഞത് ശരിയായിരുന്നു. പിന്നെ ഒരു കാര്യം, നീയും നിൻ്റെ അനിയത്തിയും കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം എന്താണെന്നോ?
അതെൻ്റെ ഭൂമിയുടെ വരവാണ്. അതിൽ എനിക്ക് നിന്നോട് നിൻ്റെ അനിയത്തിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി മേലിൽ നിന്റെ നിഴൽ പോലും എൻ്റെ ഭൂമിയുടെ പരിസരത്ത് വന്നു പോകരുത്. കാർത്തി അത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എൻ്റെ ഭൂമി എന്നവൻ പറഞ്ഞെടുത്ത് സ്റ്റക്കായി നിൽക്കുമായിരുന്നു അനുപമ. എൻ്റെ ഭൂമിയോ? അത്രയ്ക്ക് ഇഷ്ടമാണോ കാർത്തിക്ക് ഭൂമിയെ? വല്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ട് അനുപമ അത് ചോദിച്ചതും കാർത്തി നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. ഇന്നെനിക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടതാണ് എൻ്റെ ഭൂമി, എൻ്റെ ഹൃദയത്തുടിപ്പ്. എൻ്റെ ഓരോ ശ്വാസവും അവൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നും മിണ്ടാതെ അനുപമ ആ സമയം തിരിഞ്ഞു നടന്നു കളഞ്ഞു. പക്ഷെ അവളുടെ ആ പോക്ക് അതത്ര പന്തിയിലെന്ന് കാർത്തിക്ക് തോന്നിയിരുന്നു. എനിക്കിപ്പോഴാണ് ഭൂമി സമാധാനമായത്. ഞാൻ കരുതി ടീച്ചർ നിനക്കെതിരെ എന്തെങ്കിലും തെളിവൊക്കെ ഉണ്ടാക്കി നിന്നെ ഈ വിഷയത്തെ കുറ്റക്കാരിയാക്കുമെന്ന്. ഞാനും അതേക്കുറിച്ചോർത്ത് ഭയന്നിരുന്നു സുമി. പ്രിൻസിപ്പൽ റൂമിൽ നിന്നും ക്ലാസ്സിലേക്ക് പോകുന്ന വഴി അവിടെ നടന്ന കാര്യങ്ങളെ പരസ്പരം സംസാരിക്കുവാണ് ഭൂമിയും സുമയും. എന്തായാലും കാർത്തി സാർ പൊളിയാ. എനിക്ക് തോന്നുന്നത് സാറ് നിന്നെ തിരിച്ചും പ്രേമിക്കുന്നുണ്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ നിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയ ഉടനെ തന്നെ പോയി CCTV ഫൂട്ടേജ് എടുത്ത് കയ്യിൽ വയ്ക്കില്ലല്ലോ. നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ സാർ അങ്ങനെയൊക്കെ ചെയ്തത്? അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം സുമി ഭൂമിയോടായി പറഞ്ഞു. കള്ളനാ സാറ്. ഇന്നലെ അതൊക്കെ കയ്യിലുണ്ടായിട്ട് പോലും ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ഭൂമി പറഞ്ഞു. പിന്നെ നീ പറഞ്ഞതുപോലെ എന്നോട് പ്രേമമൊന്നുമുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. സുമയോടത് പറയുന്ന സമയം ഭൂമിയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് മറ്റു ചില രംഗങ്ങളാണ്. കാർത്തിക്കും ഭൂമിയും മാത്രം നിറഞ്ഞു നിന്ന അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ. അവൻ്റെ അതിരങ്ങളുടെ ചൂടിപ്പോഴും തൻ്റെ കഴുത്തിടുക്കിലുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. ആ ഓർമ്മയിൽ പോലും അവളൊന്ന് ചുവന്നു. നീ എന്താ ഭൂമി ആലോചിക്കുന്നത്? ഏതോ ഓർമ്മയിൽ അതിരങ്ങൾ വിടർത്തി നിൽക്കുന്ന ഭൂമിയെ നോക്കിക്കൊണ്ടാണ് സുമയ്യ അത് ചോദിച്ചത്. ഏയ് ഒന്നുമില്ല സുമി. ഇന്നലെ മുഴുവൻ എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു. ഞാനാണെങ്കിൽ അതൊന്നും അറിഞ്ഞതുകൂടി ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പോലും എനിക്ക് ഓർമ്മ വരുന്നത് സാറെന്നെ വിഷ് ചെയ്ത് ഗിഫ്റ്റ് തന്നപ്പോഴാണ്. അപ്പോഴെനിക്കത് സങ്കടം വന്നു. സാധാരണ എന്നെ ആദ്യം വിളിച്ച് വിഷ് ചെയ്യുന്നത് അമ്മയായിരുന്നു. ഞങ്ങളൊന്നിച്ച് അമ്പലത്തിൽ പോകും, അർച്ചനയൊക്കെ നടത്തും. ഈ ബർത്ത്ഡേക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ സാറുമായുള്ള വിവാഹം പോലും വീട്ടുകാരുടെ നിർബന്ധത്തിന്മേലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്തത് വിവാഹം കഴിച്ചതോടെ വീട്ടുകാരെന്നെ പൂർണ്ണമായും മറന്നു എന്നാ. അതെല്ലാം ആലോചിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നിരി. ആ സമയം സാറിൻ്റെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ദേഷ്യത്തിൻ്റെ പകുതിയും കാട്ടിക്കൂട്ടിയത് പാവം സാറിനോടാണ്. ഒരു ചെറിയ വിഷമത്തോടെ ഭൂമി പറഞ്ഞു നിർത്തി. അതൊക്കെ പോട്ടെ, സാർ എന്ത് ഗിഫ്റ്റാണ് തന്നത്? അപ്പോഴാണ് ഭൂമിയും അതേപ്പറ്റി ആലോചിക്കുന്നത്. അയ്യോ, ഞാനത് ഓപ്പൺ ചെയ്തില്ല. ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് ഒരുപാട് താമസിച്ചായിരുന്നു. സാറ് തന്നപ്പോൾ ധൃതിയിൽ അത് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ ഓടിപ്പോയി. പിന്നെ ഞാൻ അതേപ്പറ്റി ആലോചിച്ചതേയില്ല. നല്ല ഭാര്യ. സുമി താടിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. സാരമില്ല, നിന്റെ സാറല്ലേ. നീ ഒന്ന് ചിരിച്ച് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിടയിലുണ്ടായ എല്ലാ പരിഭവവും സാറ് മറന്നോളും. സുമയി അത് പറഞ്ഞപ്പോൾ ഭൂമിയുടെ മുഖത്തൊരു പുഞ്ചിരി. അവളുടെ മനസ്സിൽ അന്ന് എന്തെന്നില്ലാത്തൊരു വെപ്രാളമായിരുന്നു. ഏത് വിധേനയും ക്ലാസ് കഴിയുമ്പോൾ സാറിനെ കാണണമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അവളുടെ മനസ്സിലെ സകലമാന പ്രതീക്ഷകളും തകർത്തുകൊണ്ടായിരുന്നു അന്ന് ലാസ്റ്റ് ഇൻ്റർവെല്ലിന് ദേവ് ക്ലാസ്സിലേക്ക് വന്നത്. അതേസമയം സുമയോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഭൂമി. ഭൂമിഭദ്ര. ദേവിൻ്റെ ശബ്ദം അല്പം കനത്തിൽ തന്നെ ആ ക്ലാസ്സിൽ മുഴങ്ങിക്കെട്ടു. അല്പം ദേഷ്യത്തിൽ നിൽക്കുന്ന ദേവ്സാറിനെയാണ് സുമയെയും ഭൂമിയും കണ്ടത്. സാർ. ഭൂമി ഒരു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വന്നു. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചതല്ലേ കലോത്സവത്തിൻ്റെ പ്രാക്ടീസിനെ പറ്റി? കലോത്സവം എന്താ കുട്ടിക്കളിയാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? എത്ര ദിവസമായി താൻ പ്രാക്ടീസിന് കയറിയിട്ട്? പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദേവ് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഭൂമിയും അല്പം പതറിപ്പോയി. സർ, ഞാൻ. ഭൂമി നിന്ന് വിൽക്കാനല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് ക്ലിയറായിട്ടൊരു ആൻസർ വേണം. കഴിഞ്ഞ ഏതെങ്കിലും ദിവസങ്ങളിൽ ഭൂമി പ്രാക്ടീസിന് കയറിയോ ഇല്ലയോ?
ഇല്ല സർ. അല്പം പേടിയോടെ തന്നെ ഭൂമി പറഞ്ഞു. പ്രാക്ടീസിന് വരാൻ പറ്റത്തില്ലെങ്കിൽ താൻ നേരത്തെ ആ കാര്യം പറയണം. വെറുതെ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്താനായിട്ട്. അപ്രതീക്ഷിതമായി ദേവ് ഒരുപാട് ദേഷ്യപ്പെട്ടതും ഭൂമി അവനെ വിശ്വാസം വരാത്ത പോലെ നോക്കി. കാരണം അവൾക്കറിയാവുന്ന ദേവ് സാർ ഇങ്ങനെ ആയിരുന്നില്ല അവളോട് പെരുമാറുന്നത്. എല്ലാ കുട്ടികളെക്കാളും ദേവിന് ഭൂമിയോട് ഒരു പൊടി കൂടുതൽ താല്പര്യമുണ്ടെന്ന് അവർക്കൊക്കെ അറിയാം. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ദേവിൻ്റെ തമാശകൾക്ക് അതേ ടോണിൽ തമാശ പറയുന്ന ഒരേ ഒരാൾ ആ ക്ലാസ്സിൽ ഭൂമിയായിരുന്നു. ഇന്നു മുതൽ ഞാൻ കൃത്യമായി പ്രാക്ടീസിന് കയറിക്കൊള്ളാം സർ. ഭൂമിയിൽ അല്പം താഴ്ന്ന ശബ്ദത്തിൽ ഒരു മറുപടി പോലും ഭൂമി അത് അല്പം താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞതും ഒരു മറുപടി പോലും പറയാതെ ദേവ് ക്ലാസ് റൂം വിട്ടകന്നു. ഭൂമിക്ക് എന്തെന്നില്ലാത്ത ഒരു ഹൃദയഭാരം തോന്നി. ദേവിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പെരുമാറ്റം അവൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എന്താണ് അവിടെ കൃത്യമായി സംഭവിച്ചതെന്ന് അറിയാത്ത 2-3 കുട്ടികൾ ആ സമയം ഭൂമിക്ക് അടുത്തേക്ക് വന്നു. എന്തിനാ സാർ നിന്നോട് ദേഷ്യപ്പെട്ടത്? കാര്യമറിയാനുള്ള വ്യഗ്രതയിൽ അവർ ഭൂമിയോട് ചോദിച്ചു. എന്നാൽ അവർക്കുള്ള മറുപടി സുമയ്യായിരുന്നു കൊടുത്തത്. കലോത്സവത്തിൻ്റെ പ്രാക്ടീസിന് കയറിയില്ല, അതുകൊണ്ട് സാറിന് ദേഷ്യം. കാര്യം ഇപ്പം നടന്ന എല്ലാ സംഭവങ്ങളുടെയും സത്യാവസ്ഥ അവരറിഞ്ഞെങ്കിൽ നാളെ അവർക്ക് തോന്നുന്ന രീതിയിൽ കഥകൾ ഇറക്കി വിടുമെന്ന് സുമയ്ക്ക് നല്ല ബോധമുണ്ടായിരുന്നു. അത്രയും നേരം സന്തോഷത്തോടെ നിന്നിരുന്ന ഭൂമിയുടെ മുഖം മൊത്തത്തിലൊന്ന് വാടി. നീ വിഷമിക്കാതെ ഭൂമി, കലോത്സവത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കും അറിയാവുന്നതല്ലേ. കലോത്സവത്തിൻ്റെ കോർഡിനേറ്റർ ദേവ് സാറല്ലേ, അതിൻ്റെ ടെൻഷൻ സാറിനുണ്ടാകും. അതുണ്ടാകും സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സുമയ്യ ഭൂമിയെ ആശ്വസിപ്പിച്ചു. കോളേജ് വിട്ടപാടെ ഭൂമി ധൃതിയിൽ പാർക്കിങ്ങിലേക്ക് ഓടി. അവൾക്ക് പിന്നാലെ സുമയ്യ ഓടി. നീ എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? പ്രാക്ടീസിന് നിൽക്കണമെന്ന് സാറ് പറഞ്ഞത് നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? മറന്നിട്ടൊന്നുമില്ല. കാർത്തിക് സാറിൻ്റെ അടുത്ത് ചെന്ന് പ്രാക്ടീസ് ഉണ്ടെന്ന കാര്യം പറയണ്ടേ, അതിനുവേണ്ടി ഓടിയതാ. എങ്ങനെ? ഒരു പ്രത്യേക താളത്തിൽ സുമയ്യ അത് ചോദിക്കുമ്പോഴേക്കും ഭൂമിയുടെ മുഖം വീണ്ടും ചുവന്നു. ശരി, ഞാൻ എന്തായാലും പോവാം. നീ സാറിനോട് പറഞ്ഞിട്ട് നേരെ പോയി പ്രാക്ടീസിന് ജോയിൻ ചെയ്യും. ഓക്കേ ഡി. അതും പറഞ്ഞ് ഭൂമി പാർക്കിങ്ങിലേക്ക് തിരികെ നടക്കാൻ തുടങ്ങിയപ്പോൾ സുമയ്യ പിന്നിൽ നിന്ന് വീണ്ടും വിളിച്ചു. ഞാൻ വെയിറ്റ് ചെയ്യണോ നിനക്ക് വേണ്ടി? അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട സുമി, ദേവ് സാർ ആ വഴിക്കല്ലേ. മിക്കവാറും സാറിനെ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആണോ? എങ്കിൽ ഓക്കെ. ഭൂമി പാർക്കിങ്ങിലേക്ക് നടന്നെടുക്കുമ്പോഴേക്കും കാർത്തിയും കാറിനടുത്തെത്തി. അവൾ കിതച്ചുകൊണ്ട് അവന് മുമ്പിൽ വന്നു. എനിക്ക് കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. 1 മണിക്കൂർ എടുക്കും പ്രാക്ടീസ് കഴിയാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വീട്ടിലേക്ക് വന്നോളാം. അത് കേട്ട പാടെ അവളെയൊന്നും മൈൻഡ് ചെയ്യാതെ പോലും കാറും എടുത്തോണ്ട് കാർത്തി ഒരു പോക്ക് പോയി. ഭൂമിക്കത് വലിയ വിഷമമുണ്ടാക്കി. നല്ലൊരു ദിവസമായിട്ട് കാർത്തി എന്തുകൊണ്ടാണ് തന്നോടിങ്ങനെ പെരുമാറുന്നതെന്ന് ഓർക്കെ അവൾക്ക് കണ്ണ് നിറഞ്ഞു. കാർത്തിയുടെ കാറ് കണ്ണിൽ നിന്ന് അകലുന്നത് വരെ ഭൂമി അതേ നിൽപ്പ് നിന്നു. കാറ് മുന്നോട്ട് പോകുമ്പോൾ കാറിൻ്റെ മിററിലൂടെ കാർത്തിയും കാണുന്നുണ്ടായിരുന്നു ഭൂമിയുടെ ആ നിൽപ്പ്. പെട്ടെന്നാണ് പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു കുട്ടി അവൾക്കടുത്തേക്ക് വന്നത്. ഭൂമി, താനിന്ന് പ്രാക്ടീസിന് കയറിയില്ലേ? സാർ അന്വേഷിക്കുന്നുണ്ട് തന്നെ. ഞാൻ വരുവാടോ. വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് ഭൂമി പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ഭൂമി നന്ദനയ്ക്കൊപ്പം ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. ക്ലാസ് കഴിഞ്ഞാൽ നേരെ പ്രാക്ടീസിന് വരണമെന്നല്ലേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള ഓരോ കുട്ടികളുടെയും സമയത്തിന് വിലയുണ്ട്. കുറച്ച് കടുപ്പത്തിൽ ദേവത് പറഞ്ഞതും ഭൂമി അങ്ങനെ തന്നെ നിന്നുപോയി. ഭൂമി, സ്വപ്നം കണ്ട് നിൽക്കാതെ പോയി പ്രാക്ടീസ് ചെയ്യൂ. ഭയങ്കര ശബ്ദത്തിൽ ഭൂമിയോട് എന്തോ ദേഷ്യമുള്ളതുപോലെയാണ് ദേവത് പറയുന്നത്. വലിയ ഓഡിറ്റോറിയം ആയതിനാലും അതിൻ്റെ പല ഭാഗത്തായി പല വിധത്തിലുള്ള ഐറ്റങ്ങൾ ഓരോ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നതിനാലും അവരുടെ എല്ലാം ശ്രദ്ധ ഒരു വേള ഭൂമി നിൽക്കുന്നിടത്തേക്ക് മാത്രമായി. ദേവിൻ്റെ മനസ്സ് മറ്റെന്തോ കാര്യത്തിൽ ഡിസ്റ്റർബാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഭൂമി പിന്നെ ഒന്നും ശ്രദ്ധിക്കാതെ പ്രാക്ടീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ഏകദേശം 1 മണിക്കൂർ സമയത്തെ പ്രാക്ടീസായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 5:30 ആദ്യം ദേവിനൊപ്പം പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അവൻ്റെ ദേഷ്യം കണ്ടതും അവളത് വേണ്ടെന്ന് വെച്ചു. ബസ് കയറി വീട്ടിലേക്ക് പോകാമെന്നെടുത്ത്
ബാഗുമെടുത്ത് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക് നടക്കുമ്പോഴാണ് പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്ന കാർത്തിക്കിൻ്റെ കാറും അതിൽ ചാരി നിൽക്കുന്ന കാർത്തിയെയും അവൾ കാണുന്നത്. പ്രാക്ടീസ് മുടക്കരുതെന്ന് ഭൂമിയെ ഫോൺ വിളിച്ച് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തിട്ടും 2 ദിവസം ഭൂമി പ്രാക്ടീസിന് കയറാത്ത എല്ലാ ദേഷ്യവും ദേവിനുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തി പോയിരിക്കും. അതുകൊണ്ട് ഭൂമിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. മാത്രമല്ല, പോകുന്ന വഴി ഭൂമിയോടുള്ള പിണക്കവും മാറ്റാമെന്ന് കരുതിയാണ് ദേവ് വന്നത്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ദേവ് പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ അവിടെ കാറിൽ ചാരി കൈ കെട്ടി നിൽക്കുന്ന കാർത്തിക്കിനെ കണ്ടതും അവൻ്റെ മിഴികൾ ഒന്ന് ചുരുങ്ങി. എന്നാൽ കാർത്തിയുടെ അടുത്തേക്ക് അതീവ സന്തോഷത്തോടെ നടന്നെടുക്കുന്ന ഭൂമിയെ കണ്ടതും ദേവ് ഊഹിച്ചു ഭൂമിയും കാർത്തിയും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടുവെന്ന്. ദേവിൻ്റെ മിഴികളിൽ ഒരു നഷ്ടബോധം നിഴലിച്ചു. പക്ഷെ അതിനേക്കാളേറെ സന്തോഷമായിരുന്നു അവൻ്റെ മനസ്സിൽ. കാരണം ഭൂമിയെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് ശരിയാണ് എന്ന് കരുതി അത് നടന്നില്ലെങ്കിൽ പോലും അവൾക്ക് നല്ലൊരു ജീവിതം ലഭിച്ചല്ലോ എന്ന ഓർമ്മയിൽ അവൻ നിറഞ്ഞൊഴുകാൻ വന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചു മാറ്റി. സാർ പോയില്ലായിരുന്നോ? കാർത്തിക്കിനെ കണ്ട ആവശ്യത്തിൽ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചെറുതായി കിതയ്ക്കുകയാണ് ഭൂമി. ഞാൻ പോയെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുമായിരുന്നോ? അവൻ കളിയായി എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു പോയവൾക്ക് പിന്നെയും നിരാശ. ഞാനതിന് ഭൂമി എന്തോ പറയാൻ വന്നപ്പോഴേക്കും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ കാർത്തി അവളെ നോക്കി. വർത്തമാനം പറഞ്ഞ് സമയം കളയാതെ കാറിലേക്ക് കയറി ഭൂമി. എനിക്ക് വേറെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുള്ളതാണ്. ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ച് കളയാൻ എൻ്റെ ഈ സമയമില്ല. കാർത്തിക്കിൻ്റെ ഭാഗത്തു നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സംസാരമായിരുന്നു അത്. ഭൂമിയെക്കുറിച്ചൊന്നുമല്ല കാർത്തിക്കിൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചത്. കണ്ണ് നിറയുന്ന അവസ്ഥയിലെത്തിയപ്പോൾ അവൾ മറ്റൊന്നും ചിന്തിക്കാതെ സീറ്റിലേക്ക് ചാരിക്കിടന്നു, തൻ്റെ മിഴികൾ ഇറുക്കി അടച്ചുകൊണ്ട്. തുടരും.